അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടെന്ന്. കേട്ടില്ല. വല്ലവരും പറഞ്ഞതും കേട്ട് ഇറങ്ങി ചാടി. അപ്പോഴെന്തായി? പ്രേക്ഷകർ വിചാരിക്കും ഇതെന്തായി പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മുടെ തൃശ്ശൂർ ജൂബിലി അമല ആശുപത്രി നഴ്സുമാരുടെ കാര്യം ഓർത്തങ്ങ് പറഞ്ഞു പോയതാണ്. പണ്ടുള്ളവർ പറയുന്നത് പോലെ കയ്യിലിരുന്നതും പോയി, ഒറ്റാലിൽ കിടന്നതും പോയി. കുടുംബം വരെ പട്ടിണിയിലായപ്പോൾ സമാധാനമായല്ലോ. കഴിഞ്ഞ 4 മാസമായി സമരം കിടന്നിട്ടൊടുവിൽ തലയിൽ മുണ്ടുമിട്ടിറങ്ങി ഓടേണ്ട ഗതികേട്. തമ്പുരാനെ, ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകല്ലേ എന്ന് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഈ 4 മാസമായി ശമ്പളം കിട്ടാതെ പല കുടുംബങ്ങളും പട്ടിണിയിലായി. ഓരോ നേഴ്സിനും നഷ്ടമായത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഉള്ള ജോലിയും പോയി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ഈ ആശുപത്രിയിലായിരുന്നു. അതും പോരാഞ്ഞാണ് കൂടുതൽ കിട്ടണമെന്നും പറഞ്ഞ് സമരം കിടന്നത്. വല്ലവന്റെയും വാക്കുകൾ കേട്ട് ഇപ്പോൾ ജീവിതം കുട്ടിച്ചോറായപ്പോൾ, പട്ടിണിയായപ്പോൾ, ഉള്ള ജോലിയും പോയപ്പോൾ സമാധാനമായല്ലോ. ഞാൻ ആദ്യമായി കേൾക്കുക 4 മാസം സമരം കിടന്നിട്ടും ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരാവശ്യം പോലും നേടിയെടുക്കാനാകാതെ സമരം നിർത്തി ഇറങ്ങിപ്പോകുന്നത്. സമരം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ മാനേജ്മെന്റിന്റെ മുന്നിൽ കിടന്ന് കയ്യും കാലും പിടിക്കുക ജോലിയിൽ തിരിച്ചു കേട്ടാൽ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മാനേജ്മെന്റ് ക്രൂരത കാട്ടരുത്. ഈ സമരമെന്നും പറഞ്ഞ് ഇവർ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയപ്പോൾ ഇവർക്ക് പകരം 10-200 പേരെ താൽക്കാലികമായി ജോലിക്ക് നിയമിച്ചു. അവരെ പെരുവഴിയിലാക്കരുത്. ഇവർക്ക് പകരം അവർ ആത്മാർത്ഥമായി ജോലി ചെയ്തതുകൊണ്ടാണ് ആശുപത്രിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ഭംഗിയായി പ്രവർത്തിക്കാൻ സാധിച്ചത്. ആപത്ത് കാലത്ത് സഹായിച്ചവരെ, ഒപ്പം നിന്നവരെ, വിരട്ടിലും ഭീഷണിയും വകവയ്ക്കാതെ കൂടെ നിന്നവരോട് മാനേജ്മെന്റ് നന്ദികേട് കാണിക്കരുത്. എൻ്റെ അഭിപ്രായം, സമരത്തിൽ പങ്കെടുത്തവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് നല്ലത് പറഞ്ഞ് അവരെ വിടണം. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ഈ കുഴിത്തുരുമ്പുകളെ ഇനിയും കയറ്റി നിർത്തിയാൽ മറ്റൊരാവശ്യം പറഞ്ഞ് വീണ്ടും സമരം ചെയ്യും. ഇല്ലെന്ന് മാനേജ്മെന്റിന് ഉറപ്പു പറയാൻ പറ്റുമോ? എല്ലിൻ്റെ ഇടയിൽ മാംസം കയറുമ്പോൾ കഴപ്പുണ്ടാകും. അപ്പോൾ കിട്ടുന്നതൊന്നും പോരാന്ന് തോന്നും. സമരം ചെയ്യാനൊക്കെ തോന്നും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പല നഴ്സുമാരുടെയും വീടുകളിലും ബുദ്ധിമുട്ടായി. ചിലരുടെ വീടുകളിൽ പട്ടിണിയായി. അവർ സമരത്തിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് സമരം പൊളിഞ്ഞത്. യൂണിയൻ നേതാക്കളെ പരസ്യമായി തെറി വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നേതാക്കൾ മാനേജ്മെന്റിന്റെ കാല് പിടിക്കാൻ വന്നത്. ഒറ്റ യൂണിയൻകാരെയും ആശുപത്രിയുടെ മുറ്റത്ത് കയറ്റരുത്. യൂണിയനൊക്കെ ആശുപത്രിക്ക് വെളിയിൽ. ആശുപത്രിയിൽ യൂണിയനും സംഘടനാ പ്രവർത്തകനും ഒക്കെ നിരോധിക്കണം. പിന്നെ യൂണിയൻകാരെ, നിങ്ങൾ ലോക ദുരന്തമാ. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും നഴ്സുമാർ കേൾക്കുമോ? അവരുടെ പണി നഷ്ടപ്പെടുത്തലാണോ നിങ്ങളുടെ പണി? നിങ്ങൾക്ക് ഇവർക്കാർക്കെങ്കിലും ജോലി തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ? പോട്ടെ, ഇവിടെ അല്ലാതെ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ ഇവർക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ആശുപത്രിയിൽ ഒരു ജോലി കിട്ടുമോ? ഇല്ല, ആരും കൊടുക്കില്ല. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ആസനത്തിൽ വെക്കുമോ? നിങ്ങൾ മിടുക്കരാണെങ്കിൽ ഇതുപോലെയുള്ള ആശുപത്രികളുടെ മുന്നിലല്ല സമരം ചെയ്യേണ്ടത്, സർക്കാരിന്റെ മുന്നിലാണ്. നിങ്ങൾ നിങ്ങളുടെ ശക്തി കാണിക്കേണ്ടത് സർക്കാരിന്റെ മുന്നിലാണ്. അവിടുന്ന് നഴ്സുമാർക്ക് നീതി വാങ്ങിക്കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഈ സമരം ചില ഗൂഢാലോചനകളുടെ ഭാഗമായിരുന്നു. അല്ലാതെ നഴ്സുമാരെ കനപ്പിക്കാനൊന്നുമല്ലായിരുന്നു. അത് പകൽ പോലെ സത്യമായിരുന്നു. ആ തന്ത്രത്തിൽ പാവം കുറച്ച് നഴ്സുമാർ പെട്ടുപോയി. ഇനി കരഞ്ഞും വിളിച്ചും നടക്കാം. ഇനി മാനേജ്മെന്റ് കനിയണം ജോലി തിരിച്ചു കിട്ടാൻ. അതിനായി മുട്ടിപ്പായി പ്രാർത്ഥിക്കാം.